ബാക്ക് ടു ദീനാസ് ലേണിംഗ് ക്ലാസ്. 7ാം ക്ലാസ്സിലെ കേരള പാഠാവലിയുടെ നമ്മുടെ ക്രിസ്മസ് എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിവിഷൻ നടത്താമെന്ന് വിചാരിച്ച കുഞ്ഞുങ്ങളെ എല്ലാം ഒന്ന് ഓടിച്ചിട്ട് പറയാം. അപ്പോൾ ഇതുവരെ കിട്ടാത്ത നോട്ടുകാരും ഒക്കെ ഒന്ന് നോക്കണേ, എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. മലയാളം എപ്പോഴും എഴുതി തന്നെ പഠിക്കണം. പിന്നെ മലയാളത്തിൻ്റെ പ്രത്യേകത വെച്ചാൽ ഏത് പാഠഭാഗമാണോ നിങ്ങൾ പഠിക്കുന്നത് അത് എഴുതിയ ആളിനെക്കുറിച്ചും നല്ലതുപോലെ അറിയണം. ആരാണ് എന്നതിനെക്കുറിച്ച് ചിലപ്പോൾ ജീവചരിത്രക്കുറിപ്പ് ചോദിക്കും. അതുകൊണ്ട് ഏത് പാഠം പഠിക്കുമ്പോഴും അത് എഴുതിയത് ആരാണെന്ന് കൂടെ നല്ലതുപോലെ പഠിക്കണം കേട്ടോ. ഏതെങ്കിലും ഒരാളുടെ ജീവചരിത്രക്കുറിപ്പ് ചോദിക്കുവാണെങ്കിൽ നമുക്ക് എഴുതാൻ അറിയണം. നമ്മളിപ്പം ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയെക്കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ നമ്മുടെ ടെസ്റ്റിനകത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് ഒരു ബോക്സ് പോലെ ഇട്ടിട്ട് എഴുതിയിട്ടുണ്ട് കേട്ടോ. അത് നല്ലതുപോലെ ഒന്ന് വായിച്ച് പഠിച്ചിട്ട് പോണേ. നിങ്ങൾക്കത് തിരിച്ചും മറിച്ചും ചിലപ്പോൾ ഇട്ട് തന്നിട്ട് നിങ്ങളത് അറേഞ്ച് ചെയ്ത് എഴുതാനൊക്കെ ചോദിക്കും. അപ്പോൾ ആദ്യമേ അദ്ദേഹം ജനിച്ചതെന്നാന്ന് വേണേ കുഞ്ഞുങ്ങൾ എഴുതാൻ. ഫസ്റ്റ് തന്നെ അദ്ദേഹം ജനിച്ചതെന്നാണ്, പിന്നീട് അദ്ദേഹം എവിടെയാണ് പഠിച്ചത്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും പേര്, പിന്നെ എന്താ അങ്ങനെ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹത്തിൻ്റെ പഠന കാര്യങ്ങൾ, അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ അത്, അദ്ദേഹത്തിന് ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ അത്, പിന്നെ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ അവാർഡുകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ അതെല്ലാം എഴുതിയതിന് ശേഷമാണ് ലാസ്റ്റിൽ എന്താണ് അദ്ദേഹം ജീവനോടെ ഉണ്ടോ, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒന്നും എഴുതണ്ട. അഥവാ മരിച്ചിട്ടുണ്ടെങ്കിൽ മരിച്ച ഡേറ്റും കാര്യങ്ങളും എഴുതണം. മനസ്സിലായോ? നമ്മളൊരു പ്രൊഫൈൽ അല്ലെങ്കിൽ ജീവചരിത്രക്കുറിപ്പ് എഴുതുമ്പോൾ ആദ്യമേ എഴുതുന്നത് ജനനത്തെക്കുറിച്ചാണ് കേട്ടോ. അത് മറന്നുപോലെ. അപ്പോൾ നോക്കിക്കേ, ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ് നമ്മുടെ കാവ്യനർത്തകി എന്ന പാഠം എഴുതിയത്. നോക്കാം. കാവ്യനർത്തകി ചങ്ങമ്പുഴയുടെ സ്വരരാഗസുധ എന്ന കാവ്യ സമാഹാരത്തിൽ ഉള്ളതാണ്. ആ ഒരെണ്ണോട് ഓർത്തോണ്ടേ കുഞ്ഞുങ്ങളേട്ടോ. ഇത് ഏതിൽ നിന്നുള്ളതാണ്? സ്വരരാഗസുധ. ഇതിനകത്തിലെ പ്രധാനപ്പെട്ടത് മാത്രമാണ് ഞാൻ പറയുന്നത് കേട്ടോ. എന്താ കുഞ്ഞുങ്ങളെ? സ്വരരാഗസുധ. കാവ്യനർത്തകി എന്നത് ചങ്ങമ്പുഴയുടെ സ്വരരാഗസുധ എന്ന കാവ്യ സമാഹാരത്തിൽ ഉള്ളതാണ്. വാക്കുകളുടെ ശാലീനതയിൽ ആഹ്ലാദം നിറയ്ക്കുന്ന കാവ്യനർത്തകി, കാവ്യദേവത അതുല്യമായ നടനഭംഗിയോടെ ഈ കവിതയിൽ നൃത്തമാടുകയാണ്. ഞാനപ്പം ടെസ്റ്റ് മൊത്തവും വായിച്ചുകൊണ്ടിരിക്കാൻ നേരമില്ല. കഥയൊന്ന് ചുരുക്കി പറയാം നിങ്ങളെ. കവിയുടെ മുന്നിൽ നമ്മുടെ കാവ്യദേവത നൃത്തമാടുകയാണ്. സ്വർണ്ണ ചിലങ്ക കിലുങ്ങുമാറ്, സ്വർണ്ണ അരഞ്ഞാൻ കുലുങ്ങുമാറ് കാവ്യദേവത നൃത്തം നടത്തുന്നു. ഈ ദേവതയുടെ കടമിഴിക്കോണിൽ സ്വപ്നങ്ങൾ മയങ്ങിക്കിടക്കുന്നു. ദേവതയുടെ ചുണ്ടിൽ രശ്മിജാലത്തെ തോൽപ്പിക്കുന്ന പൂപ്പുഞ്ചിരി തത്തിക്കളിക്കുന്നു. നൃത്തത്തിൽ ഒഴുകുന്ന ഉടയാടയിൽ ശോഭ ഓളം വെട്ടുന്നു. എന്തിന് പറയുന്നു അല്ലേ? ഇതെല്ലാം സൗന്ദര്യം രൂപപ്പെടുത്തുന്നത് പോലെ മുന്നിൽ തിളങ്ങി നിൽക്കുന്നു. മനസ്സിനെ ആകർഷിക്കുന്ന മംഗളകരമായ നൃത്തം നടത്തുന്ന ശ്രേഷ്ഠയായ മലയാള കവിതയെ, നീ എൻ്റെ മുന്നിൽ നിന്നും നടനം തുടങ്ങുക. കാവ്യദേവതയുടെ ഭംഗിയും നടനഭംഗിയും വിവരിച്ചതിന് ശേഷം കവി പറയുന്നു, കാവ്യദേവതയെ നിന്റെ നടനം കണ്ടിട്ട് അല്ലേ എൻ്റെ മുന്നിലേക്ക് സ്വപ്നങ്ങളുമായി 1000 സ്വർഗങ്ങൾ ഓടിയെത്തി. അല്ലയോ കാവ്യദേവതയെ, നീ നിരന്തരം പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് നൃത്തം ചെയ്താലും തുഞ്ചാചാര്യന്റെ തത്തയെ കിളിമകളായി കൊഞ്ചിച്ച കാവ്യ നർത്തകിയാണ് നീ. ഗുണങ്ങൾ എല്ലാം ഒത്തൊരുമിച്ച കാവ്യദേവതയെ, നീ കുഞ്ചന്റെ തുള്ളലിന് വേണ്ടി താളമിട്ട് കൈമണി കൊട്ടിയവളാണ്. അങ്ങനെയുള്ള നീ അഞ്ചിക്കുഴഞ്ഞ് നൃത്തം ചെയ്താലും പലതരത്തിലുള്ള ഭാഷകളിലൂടെ വേഷങ്ങളിലൂടെയും പാടിയും നൃത്തം ചെയ്തും സന്തോഷഭാവം കാട്ടിയും നിന്റെ നൃത്തം അമൂല്യമാണ്. ഇതെല്ലാം കാണുമ്പോൾ ലൗകിക ജീവിയായ എൻ്റെ ചിത്തത്തിൽ വിഭ്രമത്തിൻ്റെ വിഷവിത്താണ് വളരുന്നത്. എന്നാലും ദേവസൗന്ദര്യം വാരി തൂകിയിരിക്കുന്ന നിന്നെ ഞാൻ മറക്കുകയില്ല. നിന്റെ മുടിക്കെട്ടിൽ നിന്നും ഒരു നാര്, അതായത് ഒരു മുടിയിഴ എനിക്ക് തന്നാലും കാവ്യദേവതയെ എന്നെ പ്രശസ്തനാക്കൂ. പേരും പെരുമയും തന്ന് എന്നെ അനുഗ്രഹിക്കൂ. അല്ലയോ ദേവി, നീ നൃത്തം നിർത്തി പോവുകയാണോ? അയ്യോ ദേവതേ, നീ പോകരുതേ എന്നാണ് നമ്മുടെ ആ പാട്ടിൻ്റെ ഒരു ചുരുക്കം ഞാനൊന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടോ, കാരണം അത്രയും സമയം. അപ്പം നമുക്ക് നോക്കിക്കേ, നമ്മുടെ പാഠഭാഗം എഴുതിയത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. മലയാള കവിയും ഗദ്യകാരനുമായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പം ഏത് ക്വസ്റ്റ്യൻ ആൻസർ എഴുതുമ്പോഴും ആ എഴുത്തുകാരനെ കുറിച്ചൊക്കെ 2 വരി എഴുതിയിട്ട് എഴുതുന്നതാവും നിങ്ങളെ നല്ലത് കേട്ടോ. മലയാള കവിയും ഗദ്യകാരനുമായിരുന്നു ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. രമണൻ എന്ന ഗ്രാമീണ വിലാപകാവ്യം അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥി ജീവിതകാലത്ത് എഴുതിയതാണ്. അപ്പം കാവ്യനർത്തകി എന്ന് പറയുമ്പം സ്വരരാഗസുധ ഓർത്ത് വെച്ചിരിക്കണം, രമണൻ ഓർത്ത് വെച്ചിരിക്കണം. പിന്നെ രക്തപുഷ്പങ്ങൾ, സ്പന്ദിക്കുന്ന അസ്ഥിമാടം, സ്വരരാഗസുധ അതിലുണ്ട്. സ്വരരാഗസുധ, ബാഷ്പ അഞ്ജലി, മോഹിനി, യവനിക, പാടുന്ന പിശാച്, ദേവഗീത, ദിവ്യഗീതം, തിലോത്തമ്മ തുടങ്ങി ഒരുപാട് എഴുതിയിട്ടുണ്ട്. തുടങ്ങി നിരവധി കൃതികൾ അദ്ദേഹത്തിന് എഴുതിയിട്ടുണ്ട് കേട്ടോ. മുഖ്യ കൃതികളാണെന്നാണ്.
കേട്ടോ. അപ്പം നിങ്ങളുടെ ടെസ്റ്റിലുണ്ട് കുഞ്ഞുങ്ങളെ. അതായത് ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ ഒരു പ്രൊഫൈൽ ജീവചരിത്രക്കുറിപ്പ് പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ ആണല്ലോ. ഇനി ആ പാട്ടുമായിട്ട് ബന്ധപ്പെട്ട കുറേ അർത്ഥങ്ങൾ ചോദിക്കാം. കനകച്ചിലങ്ക എന്ന് വെച്ചാൽ സ്വർണ്ണച്ചിലങ്ക, കാഞ്ചനം സ്വർണം, കാഞ്ചി അരഞ്ഞാണം, കാഞ്ചന കാഞ്ചി സ്വർണ്ണ അരഞ്ഞാണം, മിഴി കണ്ണ്, പിന്നെ കതിർ രശ്മി, കടമിഴി എന്ന് വെച്ചാൽ കണ്ണിൻ്റെ അറ്റം, പുഞ്ചിരി പൂവ് പോലെ മനോഹരമായ പുഞ്ചിരി, ചെഞ്ചുണ്ട് എന്ന് വെച്ചാൽ ചുവന്ന ചുണ്ട്, ഉടയാട എന്ന് വെച്ചാൽ ഉടുവസ്ത്രം, ആട വസ്ത്രം, ഒളി ശോഭ, അലകൾ ഓളങ്ങൾ, അഴക് സൗന്ദര്യം. കുറച്ച് വാക്കുകൾ എഴുതി വെച്ചതാണ് കേട്ടോ. അത് നിങ്ങളൊന്ന് ഞാൻ ഇങ്ങനെ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് എഴുതിയെടുക്കാൻ വേണ്ടിയാട്ടോ. ഇത്രയും സമയം ഇങ്ങനെ ഞാൻ വായിക്കുന്നത്. അത് ആ സമയം കൊണ്ട് എഴുതിയെടുക്കുകയോ പോസ് ചെയ്തിട്ടിട്ട് എഴുതിയെടുക്കുകയോ ഒക്കെ ചെയ്തോണേ. ഓക്കെ ആണല്ലോ. മതി ബുദ്ധി, മോഹനം മോഹിപ്പിക്കുന്നത്, മഹിത ശ്രേഷ്ഠ, മമ എൻ്റെ, നടനം നൃത്തം, തുഞ്ചൻ തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ, അഞ്ചുക ശോഭിക്കുക, മിളിതം ചേർന്ന, ഭൂഷ വേഷം, കാട്ടി കാണിച്ച്, വിഭ്രമം പരിഭ്രമം, വിസ്മരിക്കുക മറക്കുക, സുരൻ ദേവൻ, സുഷമ സൗന്ദര്യം, തവ തൻ്റെ, പെരുമ പ്രശസ്തി. കേട്ടോ. ഈ അർത്ഥം എന്താണെന്ന് നിങ്ങളോട് ചോദിക്കത്തില്ലോ അല്ലേ? അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ആശയം വിശദമാക്കാനോ ഏതെങ്കിലും രണ്ടുപേര് തന്നിട്ട് അതിനെക്കുറിച്ച് എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാക്കിൻ്റെ അർത്ഥം അറിയാൻ വേണ്ടിയാണ് ഇത് തന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. കവിയുടെ മുന്നിൽ നർത്തകിയായി വന്നിരിക്കുന്നത് ആരാണ്? കവിയുടെ മുന്നിൽ നർത്തകിയായി വന്ന് നൃത്തം ചെയ്യുന്നത് നമ്മുടെ മലയാള കവിതയാണ് കേട്ടോ. മലയാള കവിതയാണ് അല്ലെ, കാവ്യ ദേവതയാണ്, എങ്ങനെ വേണമെങ്കിലും പറയാം. കാവ്യ ദേവത അല്ലെ മലയാള കവിതയാണ്. മലയാള കവിതയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കനകച്ചിലങ്ക കിലുങ്ങുമാറും കാഞ്ചന കാഞ്ചി കുലുങ്ങുമാറുമാണ് നൃത്തം ചെയ്യുന്നത്. ആ സമയം ദേവതയുടെ കടമിഴിക്കോണിൽ സ്വപ്നം മയങ്ങിക്കിടക്കും. ചെഞ്ചുണ്ടിൽ പുഞ്ചിരി പൂത്തു നിൽക്കും. ഉടയാട നൃത്തതാളത്തിൽ ഉലയും. അഴക് രൂപപ്പെടുന്നതുപോലെ കാവ്യദേവത അഴക് രൂപമെടുത്തതുപോലെ കാവ്യദേവത നൃത്തം ചെയ്യുമെന്നാണ് എഴുതിയെടുത്തോണെ. നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറുകളാണ് കേട്ടോ. കവി നർത്തകിയോട് എന്തെല്ലാമാണ് അപേക്ഷിക്കുന്നത്? കവി നർത്തകിയോട് എന്തെല്ലാമാണ് അപേക്ഷിക്കുന്നത്? കവി നർത്തകി എന്നല്ല കുഞ്ഞെ, കാവ്യ നർത്തകി എങ്ങനെയെല്ലാമാണ് നൃത്തം ചെയ്യുന്നതെന്നല്ല അല്ലല്ല അത് വേറെ അല്ലേ, അല്ല ഇത് വേറെ അല്ലേ. കവി നർത്തകിയോട് എന്തെല്ലാമാണ് നോക്കിയേ. കാവ്യദേവതയെ ഭവതിയുടെ മുടിക്കെട്ടിൽ നിന്നും ഒരൊറ്റ മുടി എനിക്ക് തരൂ. എൻ്റെ ജീവിതത്തിൽ പേരും പെരുമയും എനിക്കും ഉണ്ടാകട്ടെ. അതിനാണ് ഞാൻ നിന്നെ പ്രാർത്ഥിക്കുന്നത് എന്നാണ് ചുരുക്കി എഴുതിയേക്കോ കേട്ടോ. ഇനി അടുത്തത് നോക്കിയേ. ആശയത്തിന് സമാനമായ വരികൾ കവിതയിൽ നിന്നും കണ്ടെത്തി കളം പൂർത്തിയാക്കുക. കൂടുതൽ വരികളും അവയുടെ ആശയങ്ങളും എഴുതുക എന്നാണ്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് എപ്പോഴും നമുക്ക് പ്രവർത്തനം 1, പ്രവർത്തനം 2 എന്നും പറഞ്ഞായിരിക്കും തരുന്നത് കേട്ടോ. അപ്പോൾ ഓരോ പ്രവർത്തനവും ഓരോ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നോക്കിയേ. ആശയം. മലയാള ഭാഷയിലെ ഏത് നേരിയ സ്വരവും കവിക്ക് പെരുമയും പേരും നൽകാൻ പോരുന്നതാണ്. അതിൻ്റെ ഏത് വരികളാണ് നമ്മൾ ആ പാഠത്തിൽ പഠിച്ചത്? തവ തലമുടിയിൽ നിന്നൊരു നാരു പോലും തിരികെ എന്നെ തഴുകട്ടെ പേരും പെരുമയും. ഹൃദയത്തിൽ സംഘർഷം നിറയ്ക്കുന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ ഒരിക്കലും മറക്കുകയില്ല. ഇത് ഇതിനകത്തിലെയാണ്. വിഭ്രമ വിഷവിത്ത് വിതയ്ക്കിലും ഹൃദയമി വിസ്മരിക്കില്ല ഞാൻ നിന്നെ സുരസുഷമേ. പല ഭാഷകളിലൂടെയും പല വേഷങ്ങളിലൂടെയും നീ പാടിയും മാടിയും രംഗം സുന്ദരമാക്കി. നിങ്ങൾ കാണുമ്പോൾ ഇങ്ങനെ പോസ് ചെയ്തിട്ടിട്ട് വേണം കേട്ടോ എഴുതാൻ. ഞാൻ ഇച്ചിരി ലോങ്ങിലാണ് എഴുതിയേക്കുന്നത്, അതുകൊണ്ട് നോക്കൂ. പല മാതിരി പല ഭാഷകൾ പല പൂഷകൾ കെട്ടി പാടിയും മാടിയും പല ചേഷ്ടകൾ കാട്ടി. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ അർത്ഥമാണ് ഈ കൊടുത്തിരിക്കുന്നത് അല്ലേ. മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന നൃത്തം ആടിക്കൊണ്ട് എൻ്റെ കാവ്യദേവത വരൂ. മതിമോഹന ശുഭനർത്തനമാടുന്നേ മഹിതേ മമ മുന്നിൽ നിന്നു നീ മലയാള കവിതേ. കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി വിശേഷണങ്ങൾ ചേർക്കാം. ചിലങ്കയെ കനകച്ചിലങ്കയെന്നും കാഞ്ചിയെ കാഞ്ചന കാഞ്ചിയെന്നും കവി വിശേഷിപ്പിക്കുന്നു. ഇവിടെ വിശേഷണങ്ങൾ ചേർത്ത് പറയുമ്പോൾ പദങ്ങൾക്കുണ്ടാവുന്ന പ്രത്യേകതകൾ എന്തെല്ലാം? വിശേഷണങ്ങൾ ചേർത്ത് പറയുമ്പോൾ വിശേഷിപ്പിക്കുന്ന പദത്തിന് കൂടുതൽ അഴകും മനോഹാരിതയും ലഭിക്കുന്നു. ചിലങ്ക എന്ന പദത്തെ കനകം എന്ന പദം ചേർത്ത് വിശേഷിപ്പിക്കുമ്പോൾ ചിലങ്കയ്ക്ക് അഴക് വർദ്ധിക്കുന്നു. കാഞ്ചി എന്ന പദത്തിന് ഇത് തന്നെയാണ് വസ്തുതയും. അതും കാഞ്ചന കാഞ്ചീന അല്ലെ. പുഞ്ചിരി എന്ന പദത്തിനോട് കതിരുതിർ എന്ന് ചേർക്കുമ്പോൾ അഴക് ഉണ്ടാകുന്നു. ഉടയാട എന്ന പദത്തിന് ഒലി അലകൾ എന്ന് ചേർക്കുമ്പോൾ ഇതും ഇതുപോലെ ഇത് തന്നെയാണ് എന്ന് വെച്ചാൽ ഒരു വാക്കിന് നമ്മൾ വേറൊരു പദവുമായിട്ട് കൂട്ടിച്ചേർക്കും അല്ലെ. വിശേഷണങ്ങൾ ചേർത്ത് പറയുമ്പോൾ വിശേഷിപ്പിക്കുന്ന പദത്തിന് കൂടുതൽ അഴക് ഉണ്ടാകും എന്നാ പറയുന്നത്. അത് ഈ പാഠഭാഗത്തിൽ ഇവിടെയൊക്കെ ചേർത്തിരിക്കുന്നു എന്നാ. അടുത്ത പല മാതിരി
എന്ന് തുടങ്ങുന്ന വരി, നിന്നെ സുരസുഷമേന്നൊരു 2 വരിയുണ്ട് അല്ലേ, അതിനെക്കുറിച്ച്. ഭാഷയോടുള്ള അമിത സ്നേഹം അതുല്യമായ വാക്കുകളിലൂടെ പ്രകടിപ്പിക്കുന്ന കവിതയാണ് കാവ്യനർത്തകി. പല ഭാഷകൾ എനിക്ക് വിഭ്രമം ജനിപ്പിക്കുന്നുണ്ടാകും. നിങ്ങൾ വരി തിരിച്ച് പഠിക്കട്ടോ, അപ്പോൾ എളുപ്പം. പല ഭാഷകൾ എന്നിൽ കൗതുകം ഉണർത്തുന്നുണ്ടാകാം, കവി വ്യക്തമാക്കുന്നു. എന്നാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഭാഷ കൈരളി തന്നെയാണ്. ദേവസൗന്ദര്യം തുടിക്കുന്ന എൻ്റെ ഭാഷയെ ഞാൻ ഒരിക്കലും വിസ്മരിക്കുകയില്ല. എൻ്റെ ഹൃദയസ്പന്ദനങ്ങൾ തുടിക്കുന്നത് ഈ ഭാഷയിലാണെന്ന് കവി മറ്റൊരു സന്ദർഭത്തിലും വ്യക്തമാക്കുന്നുണ്ട്. ഓരോ ചോദ്യവും വ്യക്തമായിട്ട് എഴുതിയെടുക്കണം. മലയാളം എപ്പോഴും എഴുതി പഠിക്കണം. അപ്പോൾ കാവ്യനർത്തകി എന്ന പാഠഭാഗത്തെ അഭിമുഖിച്ച് നമുക്ക് അത്രയും. പിന്നെ നിങ്ങൾ സ്വന്തമായിട്ട് കണ്ടെത്തി എഴുതാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പദക്കിലുക്കം ചേർക്കാം, ചർച്ചകൾ ചെയ്ത് എഴുതാനും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനകത്തിലെ മിനിമം അത്രയിലും പഠിച്ചിരിക്കണമെന്നില്ല. അടുത്ത പാഠം 2 വാക്ക് എന്ന് പറയുന്ന പാഠമാണ്. അത് എഴുതിയത് നമ്മുടെ കുഞ്ഞുണ്ണി മാഷാണ്. അതായത് കുഞ്ഞുണ്ണി മാഷിൻ്റെയാണ് വാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്തിൽ നോക്കിയേ, അസാരം അല്പം, നിഗ്രഹിക്കുക കൊല്ലുക, പ്രമാണം വിശ്വാസം, വെല്ലുക ജയിക്കുക, ഭ്രാന്ത് ഭ്രാന്ത്, ശങ്ക സംശയം, തൂക്കം ഭാരം, ഊക്ക് ശക്തി, താമസൻ രാക്ഷസൻ, കണ്ടമാനം ധാരാളം. വാക്കിനെ കുറിച്ചുള്ള ചൊല്ലുകൾ, ഈ വാക്കുമായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളുണ്ട് കേട്ടോ. അത് ഒരു 5-6 എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, വാക്കിനേക്കാൾ വലിയ ആയുധമില്ല. എന്താ അതിൻ്റെ അർത്ഥം? വാക്ക് അനാവശ്യമായി ഉപയോഗിച്ചാൽ അപകടമുണ്ടാകും, സൂക്ഷിച്ചു ഉപയോഗിച്ചാൽ സംരക്ഷണവും തരുമെന്ന്. വാക്കിനേക്കാൾ വലിയ ആയുധമില്ല. പറന്നുപോയ പക്ഷികൾ തിരികെ വരും, പക്ഷേ കൈവിട്ടുപോയ വാക്കുകൾ ഒരിക്കലും തിരിച്ചു വരില്ല. പറന്നുപോയ പക്ഷികൾ തിരികെ വരും, പക്ഷേ കൈവിട്ടുപോയി വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ലുകളാണ് അല്ലേ. വാക്കുകളുമായിട്ട് ബന്ധപ്പെട്ട പഴഞ്ചൊല്ല്. പറന്നുപോയ പക്ഷികൾ തിരിച്ചു വരും, പക്ഷെ കൈവിട്ടുപോയ വാക്കുകൾ ഒരിക്കലും തിരിച്ചു വരുന്നില്ല. വാക്കും പൊന്നും ഒരുപോലെ, വാക്കും പൊന്നും ഒരുപോലെ, വാക്കുകൾ പൊന്നുപോലെ വിലപ്പെട്ടതാണ്. നിങ്ങൾക്കിനി ഇതല്ലാതെ വേറെ അറിയാമെങ്കിൽ അതും എഴുതിക്കോണം കേട്ടോ. വാക്ക് ഇതൊന്നും മതി വളർത്താനും തളർത്താനും. വാക്കുമായിട്ട് ബന്ധപ്പെട്ട വേറൊരെണ്ണോ നിങ്ങളെ, വാക്ക് ഇതൊന്നും മതി അത് മനുഷ്യനെ വളർത്താനും തളർത്താനും. വാക്ക് മാത്രം മതി ഒരാൾക്ക് ഉയർച്ചയുണ്ടാകാനും അയാളെ എന്നേക്കുമായി ഇല്ലാതാക്കാനും. വാക്കിനേക്കാൾ വലിയ ആയുധമില്ല. പറന്നുപോയ പക്ഷികൾ, അതൊക്കെ നമ്മൾ പറഞ്ഞതാ. ഓക്കെ, അപ്പോൾ 2 ഏതെങ്കിലും വാക്കുമായിട്ട് ബന്ധപ്പെട്ട 2 പഴഞ്ചൊല്ല് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 എണ്ണത്തിൽ ഏതെങ്കിലും 2 എഴുതിയാൽ മതി. ഇനി കുഞ്ഞുണ്ണി മാഷിൻ്റെ നോക്കിയേ, സംശയമില്ല. അതൊരു കുഞ്ഞുണ്ണി മാഷിൻ്റെ അല്ലേ, അതായത് ഈ വാക്കെന്ന് പറഞ്ഞ പാഠം തോന്നില്ലേ, വാക്കിൻ്റെ ലോകത്ത് പുതിയ പുതിയ മാനങ്ങൾ സൃഷ്ടിച്ച അതുല്യ പ്രതിഭയായ കുഞ്ഞുണ്ണി മാഷിൻ്റെ വാക്കുകളെക്കുറിച്ച് ഒരു ലഘുലേഖനമാണ് ഈ പാഠം. തീരെ ആ വലിയ മനുഷ്യൻ്റെ ഓരോ വാക്കും ഒത്തിരി വാക്കുകൾക്ക് സമമാണ്. വാക്കിൻ്റെ ശക്തിയും ഊർജവും എത്രമാത്രം വലിപ്പമുള്ളതാണെന്ന് മാഷ് ഈ ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കുഞ്ഞുണ്ണി മാഷും കുട്ടിയോളും എന്ന ഗ്രന്ഥത്തിൽ നിന്നാണ് പഠനാർഹമായ ഈ പാഠം ചേർത്തിരിക്കുന്നത്. പാഠത്തിലെ ഓരോ സന്ദർഭവും നമുക്ക് കൂടുതൽ ആശയതലങ്ങൾ തരുന്നുണ്ട്. വാക്കുകളെക്കുറിച്ച് തിരുവള്ളുവർ പറഞ്ഞത് ഇങ്ങനെയാണ്: നല്ല വാക്ക് പറയാൻ സാധിക്കുമ്പോൾ അത് പറയാതെ മോശമായ വാക്ക് പറയുന്നത് മധുരപ്പഴം നിൽക്കെ പച്ചപ്പഴം ഭക്ഷിക്കുന്നത് പോലെയാണ്. മദർ തെരേസ പറയുന്നത് നോക്കുക, ദയുള്ള വാക്കുകൾ ഹ്രസ്വവും സംസാരിക്കാൻ എളുപ്പവുമാണ്, പക്ഷേ അവയുടെ പ്രതിധ്വനികൾ യഥാർത്ഥത്തിൽ അനന്തമാണ്. ഈ പാഠം നമുക്കും ഇങ്ങനെയുള്ള ചിന്തകളും വലുതും ശ്രേഷ്ഠവുമായത് ഓരോന്നുമാണെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമ്മുടെ കുഞ്ഞുണ്ണി മാഷ് പറയുന്നുണ്ട്, സംശയമില്ല, ചോദിക്കായിരുന്നു, ചോദിച്ചളയാം. നമ്പൂതിരി ചോദിച്ചത് എന്തായിരുന്നു? ചോദിച്ച ഉടനെ ചുണ്ണാമ്പ് തന്ന ആനക്കാരനോട് ആനയെ തനിക്ക് തരുമോ എന്നാണ് നമ്പൂതിരി ചോദിച്ചത്. അയാൾ ഒരാന എന്ന് വെച്ചാൽ പറഞ്ഞതിൽ അയാൾ ഒരാന അല്ലെങ്കിലോ പോയാൽ ഒരു വാക്ക് എന്നതായിരുന്നു നമ്പൂതിരിയുടെ ചിന്ത. ചോദിക്കുന്ന ചോദ്യം കണ്ടായിരുന്നോ? ചോദിച്ച ഉടനെ
ചുണ്ണാമ്പ് തന്ന, അപ്പം പുള്ളിക്കാരൻ വിചാരിച്ചു ചുണ്ണാമ്പാ ചോദിച്ചതെന്നല്ലേ. ചോദിച്ച ഉടനെ എന്ന് വെച്ചാൽ ഒരു ഉത്തരത്തിൽ തന്നെ പല അർത്ഥങ്ങൾ വരുന്നതാണ്. ചോദിച്ച ഉടനെ ചുണ്ണാമ്പ് തന്ന ആനക്കാരനോട് ആനയെ തനിക്ക് തരുമോ എന്നാണ് നമ്പൂതിരി ചോദിച്ചത്. ആയാൽ ഒരാന, പോയാൽ ഒരു വാക്ക് എന്നതായിരുന്നു നമ്പൂതിരിയുടെ ചിന്ത. അടുത്ത, കണ്ടമാനം ചിലവാക്കി കളയാം, ഒരു വിലയില്ലായതുകൊണ്ട് പലർക്കും. കണ്ടമാനം ചിലവാക്കി കളയാം, ഒരു വിലയില്ലായുണ്ട് പലർക്കും. ഇവിടെ വിലയില്ലാത്തതായി സൂചിപ്പിക്കുന്നത് എന്ത്? വാക്കിനെയാണ് ഇവിടെ വിലയില്ലാത്തതായി കുഞ്ഞുണ്ണി മാഷ് സൂചിപ്പിക്കുന്നത്. മാഷിന്റെ ലേഖനത്തിൽ വിലയില്ലാത്തതായി പലരും കരുതുന്നത് സ്വന്തം വാക്ക് തന്നെയാണെന്ന് തറപ്പിച്ചു പറയുന്നു. വാക്കിന് വാക്കു വേണ്ട, ഈ പ്രയോഗത്തിലൂടെ ലേഖകൻ വ്യക്തമാക്കുന്നത് എന്ത്? സത്യസന്ധവും ഹൃദയപൂർവവുമായ വാക്കുകൾക്ക് അധിക വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ മഹാന്മാരുടെ വാക്കുകൾക്ക് സ്വയം പ്രചരിക്കാനുള്ള കഴിവുണ്ട്. അവ പ്രത്യേക പ്രചരണ പ്രവർത്തനങ്ങൾ ഇല്ലാതെ ജനങ്ങളിൽ എത്തുമെന്ന്. സത്യസന്ധവും ഹൃദയപൂർവവുമായ വാക്കുകൾക്ക് അധിക വിശദീകരണങ്ങളുടെ ആവശ്യമില്ല. അതുപോലെ തന്നെ മഹാന്മാരുടെ വാക്കുകൾക്ക് സ്വയം പ്രചരിക്കാനുള്ള കഴിവുണ്ട്. അവ പ്രത്യേക പ്രചരണ പ്രവർത്തനങ്ങൾ ഇല്ലാതെ ജനങ്ങളിലെത്തും എന്നാണ്. അപ്പോൾ ഈ പാഠത്തിനകത്തിൽ 3 ക്വസ്റ്റ്യൻ ആൻസറാണ് നമ്മൾ തന്നത്. കേട്ടല്ലോ, 3 തന്നിട്ടുള്ളൂ. അതായത് വാക്കെന്ന പാഠത്തിൽ കുറച്ച് മീനിങ്ങും ഒരു 3 പഴഞ്ചൊല്ലുകളും വാക്കുമായിട്ട് ബന്ധപ്പെട്ട 3 പഴഞ്ചൊല്ലുകളും 3 ക്വസ്റ്റ്യൻ ആൻസറുകളെ തന്നിട്ടുള്ളൂ. അത് വൃത്തിയായിട്ട് പഠിക്കുക. അടുത്ത 3ാമത്തെ പാഠം എല്ലാം പ്രധാനപ്പെട്ടവ മാത്രം നോക്കി കുറച്ച് ക്വസ്റ്റ്യൻ ആൻസർ തരും കേട്ടോ. നിങ്ങൾക്ക് അറിയാം, എന്നാലും കുറേ കൂടെയൊക്കെ. അടുത്ത പടക്കളത്തിലേക്ക്, തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പാഠഭാഗമാണ് പടക്കളത്തിലേക്ക്. ഗജം ആന, വല്ലഭം സാമർഥ്യം, പടഹം പെരുമ്പറ, ധൂളി പൊടി, പൊന്ന് സ്വർണം, ഹുങ്കാരം അലർച്ച, വമ്പോടെ അഹങ്കാരത്തോടെ. ഭരദ്വജൻ ദ്രോണരുടെ പിതാവ്. ഭരദ്വജപുത്രൻ എന്ന് വെച്ചാൽ അപ്പോൾ ആരാണ്? ഭരദ്വജൻ ദ്രോണരുടെ പിതാവാണെങ്കിൽ ഭരദ്വജപുത്രൻ ദ്രോണറാണ്. അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കിയേ. വെള്ളക്കുതിരയെ ഈ കാവ്യഭാഗത്ത് എങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്? വെള്ളക്കുതിരയെ ഈ കാവ്യഭാഗത്ത് എങ്ങനെയാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്? വെള്ളക്കുതിരകളെ വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്നവ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. വെള്ളക്കുതിരകളെ വെള്ളത്തിലെ തിര തള്ളുന്നത് പോലെ തുള്ളിക്കളിക്കുന്നവ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ അതുപോലെ എഴുതിയെടുക്കണേ. യുദ്ധസന്നാഹത്തെ എങ്ങനെയൊക്കെയാണ് വർണ്ണിച്ചിരിക്കുന്നത്? പൊന്നണിഞ്ഞ ആനകൾ മുൾത്തടി കൈകൊണ്ട് നീങ്ങുന്നത് പൊന്നിൻ മലകൾ നടക്കുന്നത് പോലെയും. പൊന്നണിഞ്ഞ ആനകൾ മുൾത്തടി കൈകൊണ്ട് നീങ്ങുന്നത് പൊന്നിൻ മലകൾ നടക്കുന്നത് പോലെയും. വെള്ളക്കുതിരകൾ തുള്ളിച്ചാടുന്നത് വെള്ളത്തിലെ തിരമാലകൾ പോലെയാണെന്നും കവി വർണ്ണിക്കുന്നു. മുമ്പിൽ കാലാൾപ്പട തുള്ളി വരുന്നു. പടകമടിച്ചും ഭേരി മുഴക്കിയും വൻ കടൽ പോലെ വലിയ പട നിരന്നു. ഓക്കെ ആണോ? 2 ക്വസ്റ്റ്യൻ ആൻസറാണ്. അതായത് പടക്കളത്തിലേക്കെന്നാണ് ഇവിടെ കഥയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പട വരികയാണ്. സ്വർണ്ണമണിഞ്ഞ് ആനകൾ മുൾത്തടി എന്ന ആയുധവും വഹിച്ചുകൊണ്ട് സ്വർണ്ണമല നടക്കുന്നത് പോലെ നടന്നു വരികയാണ്. വെള്ളത്തിലെ തിരകൾ തള്ളുന്നത് പോലെ വെള്ളക്കുതിരകൾ കളിക്കുന്നു. അവർക്ക് മുമ്പിലായി കാലാൾപ്പടകൾ തുള്ളിക്കളിക്കുന്നു. എവിടെയും പെരുമ്പറയും ഭേരിവാദ്യവും മുഴങ്ങുന്നു. വലിയ കടൽ പരക്കുന്നത് പോലെ വൻപട പരന്നു. ആ വൻപട ഹുങ്കാരത്തോടെ അടുക്കുന്ന സമയത്ത് ദിക്കുകളെല്ലാം പൊടി കൊണ്ടങ്ങ് മറഞ്ഞു. ഇതെല്ലാം കൂടി ഇങ്ങനെ വന്നപ്പോൾ അവിടെ ഫുള്ളങ്ങ് പൊടിയായിട്ട് മാറി. കൗരവ സൈന്യം പാണ്ഡവപ്പടയെ കണ്ട് ചക്രം ചുറ്റി. കൗരവപ്പടയുടെ പരിഭ്രമവും ആശങ്കയും കണ്ട് പട പൂർണ്ണമായും നിൽക്കുകയില്ലെന്ന് കണ്ട് ദ്രോണർ കൗരവ സൈന്യത്തോടായി പറഞ്ഞു, പാണ്ഡവ സൈന്യത്തിൻ്റെ വരവ് കണ്ടാലും ആർക്കും ഭയമുണ്ടാകുന്ന
അതാണെന്ന്. ആ വരവിനെ ചെറുക്കുവാൻ എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ശക്തിയും തലപ്പൊക്കവുമുള്ള ആനകളെ മുന്നിൽ നിർത്തുക. വല്ലാതെ പരക്കുന്ന പൊടിയെല്ലാം മാറ്റുക. സമർത്ഥരായ ആളുകൾ ഒന്നിച്ചു നിൽക്കുക. ഇങ്ങനെ പടയെ ഉറപ്പിച്ച് ഭരദ്വജപുത്രനായ ദ്രോണർ അവിടെ നിലനിർത്തി എന്നാണ്. അപ്പം ഇതിനകത്തിലെ ക്വസ്റ്റ്യൻ 2 നോക്കി. അപ്പം നോക്കിയേ, കൗരവപ്പടയ്ക്ക് ദ്രോണർ നൽകുന്ന നിർദ്ദേശങ്ങൾ എന്തെല്ലാം? 3ാമത്തെ ചോദ്യം. എല്ലാത്തിൻ്റെയും 3 മാത്രമേ ഞാൻ തരുന്നുള്ളൂ. 3 ക്വസ്റ്റ്യൻ ആൻസർ മാത്രം. കൗരവപ്പടയ്ക്ക് ദ്രോണർ നൽകുന്ന സന്ദേശങ്ങളിലെ നിർദ്ദേശങ്ങൾ 3 മാർക്കിനോ 4 മാർക്കിനോ ഒക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പാണ്ഡവപടയുടെ ശക്തിയും വരവിൻ്റെ ആരവവും കണ്ട് ഭയപ്പെടാതെ ഉറച്ചു നിൽക്കാൻ ദ്രോണർ സൈന്യത്തോട് ആവശ്യപ്പെടുന്നു. 1ാമത് എന്താണ്? പാണ്ഡവപടയുടെ ശക്തിയും വരവിൻ്റെ ആരവവും കണ്ട് ഭയപ്പെടാതെ ഉറച്ചു നിൽക്കാൻ ദ്രോണർ സൈന്യത്തോട് ആവശ്യപ്പെടുന്നു. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. തലപൊക്കമുള്ള ആനകളെ മുമ്പിൽ നിർത്തണം. എല്ലാവരും ഒന്നിച്ചു നിൽക്കണം. പിന്നെ തലപൊക്കമുള്ള ആനകളെ മുന്നിൽ നിർത്തണം. എവിടെയും പരക്കുന്ന ധൂളി എന്ന് വെച്ചാൽ പൊടിയെല്ലാം മാറ്റണം. സാമർഥ്യമുള്ള എല്ലാ യോദ്ധാക്കളും ഒന്നിച്ച് പടയ്ക്ക് മുമ്പിൽ നിൽക്കണം എന്നൊക്കെയാണ്. ഇത് ടെസ്റ്റിനകത്ത് കുറേ കൂടെയൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ കുറേ കൂടെയൊക്കെ ഇതിനകത്തിൽ എഴുതണം കേട്ടോ. ഓക്കെ ആണല്ലോ. അതിനകത്തിലെ 3 ക്വസ്റ്റ്യൻ ആൻസറേ എഴുതിയിട്ടുള്ളൂ. അടുത്തത് നമ്മുടെ പാർട്ട് 2 കാൽവിരൽ വിരിയും കവിത. ഇതിൻ്റെ ഞാൻ 2 ലിങ്ക് ഇട്ടിട്ടുണ്ട്, എന്നാലും വായിക്കാം. പ്രസരിക്കുക, പരക്കുക, ആവാഹിക്കുക, നയിക്കുക, പരിചരിക്കുക, ശുശ്രൂഷിക്കുക, ആഹ്ലാദം, ആനന്ദം, അന്തിമം, അവസാനം, ദിവാസ്വപ്നം, പകൽ കാണുന്ന സ്വപ്നം. എൻ്റെ ഹൃദയതാളം ഉയരുന്നത് ആദ്യമായി ഞാൻ കേട്ടു. എപ്പോഴാണ് ഹൃദയതാളം ഉയർന്നത്? ക്രിസ്റ്റി ചിത്രങ്ങൾ വരയ്ക്കുമെങ്കിലും അവയെക്കുറിച്ച് വേണ്ടത്ര ശ്രദ്ധിച്ചിരുന്നില്ല. എന്നാൽ ക്രിസ്റ്റിയുടെ കൂട്ടുകാരി ഡെലാഹണ്ട് ആ ചിത്രങ്ങളെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ, അതിൻ്റെ ഓരോ വിശദാംശത്തെയും മാസ്റ്റർ പീസുകളായി എണ്ണിയപ്പോൾ ക്രിസ്റ്റിയുടെ ഹൃദയതാളം ഉയരുന്നത് ആദ്യമായി അവൻ കേട്ടു. സൺഡേ ഇൻഡിപെൻഡൻസ് എന്ന പത്രത്തിൽ ഏത് മത്സരത്തെക്കുറിച്ചുള്ള വാർത്തയാണ് ക്രിസ്റ്റി കണ്ടത്? ഒരു ദിവസം ക്രിസ്റ്റി തൻ്റെ ഇടങ്കാൽ കൊണ്ട് സൺഡേ ഇൻഡിപെൻഡൻസിലെ പേജുകൾ മറിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ അറിയിപ്പ് കണ്ടത്. 12നും 16നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്കായി നടത്തുന്ന ഒരു പെയിൻറ്റിംഗ് മത്സരത്തെക്കുറിച്ചുള്ള അറിയിപ്പായിരുന്നു അത്. ആ വെള്ളിയാഴ്ച ആരോ കതകിന് മുട്ടി. ആരാണ് വന്നത്? എന്തിനായിരുന്നു വന്നത്? അതും 3 ക്വസ്റ്റ്യനേ ഉള്ളൂ കേട്ടോ. എല്ലാ പാഠത്തിൻ്റെയും 3 വെച്ച. സൺഡേ ഇൻഡിപെൻഡൻസിലെ റിപ്പോർട്ടറും ഫോട്ടോഗ്രാഫറുമാണ് ആ വെള്ളിയാഴ്ച ഉച്ച കഴിഞ്ഞ് വന്നത്. പെയിൻറ്റിങ്ങിന് സമ്മാനം ലഭിച്ചതിനാൽ പത്രത്തിൽ വാർത്ത കൊടുക്കാനും ഫോട്ടോ കൊടുക്കാനുമാണ് അവർ വന്നത്. അമ്മയോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുകയും ക്രിസ്റ്റിയുടെ ഒരു ഫോട്ടോ അവർ എടുക്കുകയും ചെയ്തു. കുഞ്ഞുങ്ങളെ, എല്ലാ പാഠവുമായിട്ട് ബന്ധപ്പെട്ട് 3 ക്വസ്റ്റ്യൻ വീതമാണ് തരുന്നത്. ക്വസ്റ്റ്യൻ ആൻസറുകളായിട്ട് 3 വീതമാണ് തരുന്നത് കേട്ടോ എല്ലാത്തിൻ്റെയും. ഇനി ഇവിടെ നോക്കിയേ, ഒരു ചർച്ച ചെയ്യാൻ ചോദിക്കും. നോക്കൂ, എടാ നീ നേടിയടാ, നീ നോക്കി. ക്രിസ്റ്റിയുടെ അച്ഛൻ്റെ വാക്കുകളാണിവ അല്ലേ. പരിമിതികളിൽ നിന്നും സാധ്യതകളിലേക്ക് ഉയർന്നു വന്ന കലാകാരനാണ് ക്രിസ്റ്റി ബ്രൗൺ. അദ്ദേഹത്തിൻ്റെ ജീവിതം എങ്ങനെയെല്ലാമാണ് നമുക്ക് പ്രചോദനമായി തീരുന്നത്? ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കും. ക്രിസ്റ്റി ബ്രൗൺ പൂർണ്ണമായും ഒരു ചിത്രകാരനാണ്, എഴുത്തുകാരനാണ്. സെറിബ്രൽ പാൾസി എന്ന രോഗം ജന്മനാ ബാധിച്ച ക്രിസ്റ്റിയുടെ ആത്മവിശ്വാസവും തൻ്റെ ഇടവും കലയുടെ ഉയരങ്ങളിൽ എത്തണമെന്ന അഭിലാഷവുമാണ് ലോകമറിയുന്ന കലാകാരനായി അദ്ദേഹത്തെ വളർത്തിയത്. ക്രിസ്റ്റിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും ഈ സത്യങ്ങളാണ്. ക്രിസ്റ്റിക്ക് സമ്മാനം ലഭിച്ചുവെന്നറിഞ്ഞ് പിതാവ് പറഞ്ഞ വാക്കുകൾ ക്രിസ്റ്റി ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചതാണ്. പരിമിതികളിൽ നിന്ന് അനുകരണീയമായ സാധ്യതകളിലേക്ക് ക്രിസ്റ്റി ഉയർന്നു വന്നു. ഇതുതന്നെയാണ് അനന്തര തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം അനുകരണീയമാവുന്നതും. ക്രിസ്റ്റി ബ്രൗണിനെ കുറിച്ച് ചോദിക്കുമ്പോൾ എഴുതാനുള്ള നിങ്ങൾ ഇത് ഇത്ര എഴുതണം. വായിക്കാൻ അറിയാലോ. ഒന്നുകൂടെ വേണേൽ പറയാം. ക്രിസ്റ്റി ബ്രൗൺ പൂർണ്ണമായിട്ടും ഒരു ചിത്രകാരനാണ്, എഴുത്തുകാരനാണ്. പക്ഷെ എന്താണെന്നറിയോ, സെറിബ്രൽ പാൾസി എന്ന രോഗം ജന്മനാ ബാധിച്ച ക്രിസ്റ്റിയുടെ ആത്മവിശ്വാസവും തൻ്റെ ഇടവും കലയുടെ ഉയരങ്ങളിൽ എത്തണമെന്ന അഭിലാഷവുമാണ് ലോകമറിയുന്ന കലാകാരനായി അദ്ദേഹത്തെ വളർത്തിയത്. ഈ ക്രിസ്റ്റിയുടെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നതും ഈ സത്യങ്ങളാണ്. ക്രിസ്റ്റിക്ക് സമ്മാനം ലഭിച്ചുവെന്നറിഞ്ഞ് പിതാവ് പറഞ്ഞ വാക്കുകളാണ് ക്രിസ്റ്റി ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചതാണ് അല്ലേ. പരിമിതികളിൽ നിന്നും അനുകരണീയമായ സാധ്യതകളിലേക്ക് ക്രിസ്റ്റി ഉയർന്നു വന്നു. ഇതുതന്നെയാണ് അനന്തര തലമുറയ്ക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം അനുകരണീയമാവുന്നതും.
അപ്പോൾ ചോദ്യം കണ്ടോ, അച്ഛൻ മോൻ്റെ അടുത്ത് വന്ന് പറയുന്നതായിട്ടുള്ള അതൊരു ചർച്ച ചെയ്ത് സ്വന്തമായിട്ട് എഴുതാനാണ്. ഇതൊരു മോഡലായിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ നിങ്ങൾക്കൊരു ഇമെയിൽ തയ്യാറാക്കാൻ ചോദിച്ചാൽ, അതിജീവനത്തിലൂടെ സാമൂഹിക അംഗീകാരം കൊണ്ടിരിക്കുന്ന ജസ്വറിനെ അഭിനന്ദിച്ചുകൊണ്ട് ഒരു ഇമെയിൽ സന്ദേശം തയ്യാറാക്കുക. അയക്കുന്ന ആളിൻ്റെ ഇമെയിൽ വിലാസം വേണം ആദ്യം എഴുതാൻ. അയക്കുന്ന ആളിൻ്റെ ഇമെയിൽ വിലാസം, കിട്ടുന്ന ആളിൻ്റെ ഇമെയിൽ വിലാസം. ഓർത്തോണോ ഞാൻ ഇമെയിൽ തയ്യാറാക്കുന്നത്. ഇതിനകത്ത് തന്നെ ഞാനൊരു നോട്ടീസ് തയ്യാറാക്കുന്നത്, പിന്നെ പോസ്റ്റർ തയ്യാറാക്കുന്നത്, ഇമെയിൽ തയ്യാറാക്കുന്നതൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇമെയിലിൽ നോക്കിയേ, അയക്കുന്ന ആളിൻ്റെ ഇമെയിൽ വേണം ആദ്യം കൊടുക്കാൻ, കിട്ടുന്ന ആളിൻ്റെ ഇമെയിൽ രണ്ടാമത്. ഇവിടെ ചിത്രകലയിൽ അതിജീവനത്തിൻ്റെ നൂതന സാന്നിധ്യം കുറിച്ച് ജസ്ഫറിന് എൻ്റെ അഭിനന്ദനങ്ങൾ. നമ്മൾ ഇമെയിൽ അയക്കുന്നതാണ്. നൂതനമായ ഒരു അവബോധത്തിലൂടെ ഒരു ശൈലി ചിത്രകലയിൽ അവലംബിക്കുകയും രാജ്യാന്തര പ്രശസ്തി സമ്പാദിക്കുകയും ചെയ്ത താങ്കൾ നമ്മുടെ നാടിന് അഭിമാനമാണ് എന്ന് സ്നേഹപൂർവ്വം ഒപ്പ് തീയതി. ഇത് ഇത്രയാണ് ഇമെയിൽ ഇടുന്നത്. ചിലപ്പോൾ 5 മാർക്കായിരിക്കും കേട്ടോ ഇമെയിൽ ഇടുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത പാഠമാണ് ചിത്രശലഭങ്ങൾ. എസ് ജോസഫിൻ്റെ. ഏത് പാഠം പഠിക്കുമ്പോഴും അത് എഴുതിയതാരാന്നറിയണം. എസ് ജോസഫിൻ്റെയാണ് ചിത്രശലഭങ്ങൾ. കൊഴിയുക, പൊഴിയുക, വൈരൂപ്യം, വിരൂപത, അല്പായുസുകൾ എന്ന് വെച്ചാൽ കുറച്ച് ആയുസ് മാത്രമുള്ളവർ. ചിത്രശലഭങ്ങളെ കവി ആരായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത്? ചിത്രകാരന്മാരും ചിത്രകാരികളുമായിട്ടാണ് ചിത്രശലഭങ്ങളെ കവി അവതരിപ്പിക്കുന്നത്. ഏത് കാലത്താണ് അവർ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞത്? പുഴുക്കളായി കഴിഞ്ഞ കാലത്ത് അവർ കയ്യിൽ ചിത്രങ്ങളില്ലാതെയാണ് ജീവിച്ചത്. മനുഷ്യൻ വലുതാകുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് കവി പറയുന്നത്? മനുഷ്യൻ പ്രായമാകുമ്പോൾ ചിറകുകൾ കൊഴിഞ്ഞ് പുഴുക്കളായിട്ട് ഇഴഞ്ഞു നടക്കുന്നു എന്നാണ്. അപ്പോൾ അതിനകത്തിലെ 3 വൺ വേഡ് അല്ല, 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യനുള്ള അതല്ല. ഒന്ന്, ചിത്രശലഭങ്ങളെ കവി ആരായിട്ടാണ് അവതരിപ്പിക്കുന്നത്? ഏത് കാലത്താണ് അവർ കയ്യിൽ ചിത്രങ്ങളില്ലാതെ കഴിഞ്ഞത്? മനുഷ്യൻ വലുതാവുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്നാണ് കവി പറയുന്നത്. ഇനി 2 കൈയിലും ചിത്രങ്ങൾ പിടിച്ച് പറന്നു നടക്കുന്ന ചിത്രകാരന്മാരും ചിത്രകാരികളുമാണ് ചിത്രശലഭങ്ങൾ എന്ന് പറയാൻ കാരണമെന്ത്? ചിത്രശലഭങ്ങൾക്ക് 2 ചിറകുകളാണല്ലോ ഉള്ളത്. ഈ ചിറകുകളെ കവി 2 കരങ്ങളായിട്ട് സങ്കല്പിക്കുന്നു. 2 കരങ്ങളിലെയും ചിത്രങ്ങൾ പിടിച്ചു കൊണ്ടു നടക്കുന്ന മനുഷ്യരായി കവി അവരെ കാണുന്നു. പിന്നെയോ അതത്രേ ഉള്ളൂ അല്ലേ. ചിത്രശലഭങ്ങൾക്ക് 2 ചിറകുകളാണല്ലോ ഉള്ളത്. ഈ ചിറകുകളെ കവി 2 കരങ്ങളായി സങ്കല്പിക്കുന്നു. 2 കരങ്ങളിലും ചിത്രങ്ങൾ പിടിച്ചു കൊണ്ടു നടക്കുന്ന മനുഷ്യരായി കവി അവരെ കാണുന്നു എന്നാണ് പറയുന്നത്. അടുത്ത, വൈരൂപ്യവും സൗന്ദര്യവും കൂട്ടിക്കെട്ടിയതാണ് ചിത്രശലഭങ്ങളുടെ ജീവിതം. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്ത്? ചിത്രശലഭങ്ങളുടെ ജീവിതത്തെ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധിപ്പിക്കുകയാണ് ഇവിടെ കവി. ചിത്രശലഭങ്ങൾ ആദ്യം പുഴുവായിരുന്നു. വൈരൂപ്യമാണ് പുഴുവിൻ്റെ മുഖമുദ്ര. പുഴു വിവിധ ദശകൾ കടന്ന് ചിത്രശലഭങ്ങളാകുമ്പോൾ സൗന്ദര്യമുള്ളൊരു ജീവിയാകുന്നു. വൈരൂപ്യത്തിൽ സൗന്ദര്യം ഒളിഞ്ഞിരിക്കുന്നു. മാനവ ജീവിതവും അങ്ങനെ തന്നെയാണ്. എന്തുവാ? വൈരൂപ്യത്തിൽ സൗന്ദര്യവും സൗന്ദര്യത്തിൽ വൈരൂപ്യവും ഒളിഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും തുല്യമായി കാണുന്നവർ ജീവിതത്തിൽ വിജയിക്കുമെന്നാണ് പറയുന്നത്. അത് നല്ല ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ കേട്ടോ. ഈ പാഠത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് കേട്ടോ. അടുത്ത, ചിത്രശലഭങ്ങളുടെ ജീവിതവും മനുഷ്യരുടെ ജീവിതവും ഒന്ന് തന്നെയാണ്. കവിതയിലെ അവസാനത്തെ വരിയിൽ ഇതിന് ഉദാഹരണം എന്താണ്? നോക്കൂ നിങ്ങളെ. പറന്നു നടക്കുന്ന ചിത്രശലഭങ്ങൾക്ക് പിമ്പേ മനുഷ്യരുടെ ബാല്യകാലം 2 ചിത്രങ്ങളും പിടിച്ചുകൊണ്ട് പറക്കുന്നു. ഇതാണ് കവിതയിലെ ഒരു തെളിവ്. എന്ന് വെച്ചാലേ, മനുഷ്യൻ വലുതാകുമ്പോൾ ചിറകുകൾ കൊഴിയുന്നു. മനുഷ്യന് വലുതാകുമ്പോൾ അവരുടെ ചിറകുകൾ കൊഴിയുന്നു. പിന്നെ അവർ പുഴുവായിട്ടാണ് ജീവിക്കുന്നത്. ചിറകുകൾ പോയി കഴിഞ്ഞാൽ പിന്നെന്താ? അവർ പുഴുവായിട്ടാണ് ജീവിക്കുന്നത്. എന്നാലോ ചിത്രശലഭങ്ങൾ ബാല്യകാലം പുഴുവായിട്ട് ജീവിക്കും, പിന്നീടോ ചിത്രശലഭമായിട്ട് മാറുന്നു. ഇതാണ് വ്യത്യാസം. ഇങ്ങനെ മാനവബന്ധവുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മുടെ ഈ കവിത രചിച്ചിരിക്കുന്നത്. ഏതാ? ചിത്രശലഭം എന്ന് പറയുന്ന കവിത. ഓക്കെ ആണോ ആ പാഠം? എല്ലാത്തിനകത്തിലെയും പ്രധാനപ്പെട്ടത് മാത്രമേ പറയുന്നുള്ളൂ. അടുത്ത പാഠഭാഗമാണ് മീനോളം എന്ന് പറയുന്ന ഒരു പാഠം. മീനോളം അത് ഞാൻ നിങ്ങൾക്ക് എടുത്തില്ലായിരുന്നു. വായിക്കാൻ അറിയാമോ നിങ്ങൾ? ഞാൻ ഒന്ന് പെട്ടെന്നൊന്ന് വായിച്ചിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആൻസർ, കാരണം കഥ എന്തുവാണെന്ന് അറിയാൻ വയ്യാതെ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ തന്നുകൊണ്ട് കാര്യമില്ല. അതുകൊണ്ട് സ്പീഡിൽ ഞാനൊന്ന് വായിക്കാം കേട്ടോ. നോക്കിക്കേ, 1-ാം രംഗം. കടലാണ്, ആഴക്കടൽ. അവിടെ ഒരുപാട് കടൽ ജീവികൾ. അവക്കിടയിൽ 2 കഥാപാത്രങ്ങളാണ്. അപ്പോൾ പരീക്ഷയ്ക്ക് ടെസ്റ്റിൽ നിന്നാണ് ചോദ്യം ചോദിക്കുന്നതെങ്കിൽ നോക്കിക്കോണേ. ഇതിനകത്തിലെ 2 കഥാപാത്രങ്ങളാണ്. ആരൊക്കെയാണ്? ഒരു കുഞ്ഞു മീനും അതിൻ്റെ അമ്മയും.
ഇത് വായിക്കുമ്പോൾ തന്നെ ആ സംഭവം മനസ്സിലാക്കിക്കൊണ്ട് പോകണേ കുഞ്ഞുങ്ങളെ. നമ്മൾ ഈ പഠിക്കുന്ന ഒന്നും ആയിരിക്കത്തില്ല ചിലപ്പോൾ ക്വസ്റ്റ്യൻ കാണുന്നത്, ഈ ടെസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ആ കഥ അറിഞ്ഞിട്ട് പോണേ. എന്താണ് ഇത് കടലാണ്, ഭയങ്കര ആഴമുള്ളൊരു കടലിൻ്റെ കാര്യമാണ്. ആ കടലിൽ ഒരുപാട് ജീവികളുണ്ട് അല്ലേ. അവയ്ക്കിടയിൽ 2 കഥാപാത്രങ്ങളാണ് നമുക്കിന്ന്. ഏതാ? ഒരു കുഞ്ഞു മീനും അതിൻ്റെ അമ്മയും. ഈ കുഞ്ഞു മീൻ അവിടെ ആലോചിക്കുകയാണ്. എന്ത്? അമ്മ മീൻ ആലോചനയിലാണ്ട കുഞ്ഞു മീനിനെ ശ്രദ്ധിച്ചിങ്ങനെ നോക്കുക. കുഞ്ഞുമീൻ അമ്മേ. അപ്പം അമ്മ, എന്താ കുഞ്ഞേ? കുഞ്ഞ്, അമ്മേ എനിക്ക് കുറേ നാളായി ഒരു സംശയം. അമ്മ, കുറേ നാളുകളോ? അതിന് നീ മുട്ടേന്ന് വിരിഞ്ഞിട്ട് തന്നെ കുറച്ച് നാളുകളല്ലേ ആയുള്ളൂ. കുഞ്ഞ്, അമ്മയുടെ കാലമായിരിക്കില്ല എൻ്റെ കാലം. ഞാൻ ഈ കാണും കടൽപ്പുറ്റ് ഒന്ന് വലം വെച്ച് നീന്തി വരുമ്പോഴേക്കും അമ്മ 10ലേറെ തവണ നീന്തി കഴിഞ്ഞിട്ടുണ്ടാകും. അമ്മ, അല്ലേലും നീ എങ്ങനാ? നീ എൻ്റെ മറ്റു കുഞ്ഞുങ്ങളെ പോലെ അല്ല. കുഞ്ഞ്, അതോ അമ്മയുടെ മറ്റുള്ള കുഞ്ഞുങ്ങൾ എന്നെപ്പോലെ അല്ല എന്നാണോ? അമ്മ, വേണ്ട വേണ്ട, നിന്റെ കുസൃതി ചോദ്യം ഒന്നും എൻ്റെ അടുത്ത് വേണ്ട. കുഞ്ഞ്, അപ്പം എങ്ങനെയാ അമ്മയോട് എൻ്റെ ഈ സംശയം ചോദിക്കുക? ഞാൻ ചോദ്യം ചോദിച്ച് അതിനുള്ള ഉത്തരം കേട്ട് സംശയം മാറി വിശ്വാസം വന്നാലല്ലേ ചോദ്യത്തിൻ്റെ വിശുദ്ധത മനസ്സിലാകൂ. എന്നെ വിശ്വസിപ്പിച്ചാൽ ചോദ്യം നല്ലത്, അല്ലെങ്കിൽ ചോദ്യം മലിനം, കുസൃതി, തോന്നിയാസം. അമ്മ, അല്ല, നീ എൻ്റെ ഇത്തിരി തലച്ചോറ് പുണ്ണാക്കുവാണോ കുഞ്ഞു? കുഞ്ഞ്, അല്ല, എൻ്റെ തലയിലെ പുണ്ണ് മാറ്റാൻ നോക്കുക. അമ്മ, എന്തെങ്കിലും ആയിക്കോട്ടെ, നിന്റെ സംശയമാണ് ഇപ്പോഴത്തെ പ്രശ്നം. കുഞ്ഞ്, അതിലൊരു സംശയവുമില്ല. അമ്മ, എന്താ നിന്റെ പ്രശ്നം? കുഞ്ഞ്, എന്താണമ്മേ ഈ കടല്? അപ്പം അമ്മ, കടൽ എന്താന്നോ? കുഞ്ഞ്, അതെ. അമ്മ, മുട്ടയിട്ടത് കടലിൽ. അതൊരു ക്വസ്റ്റ്യൻ ആൻസർ ആണ് കുഞ്ഞ്. അത് ചോദിക്കുന്നത് എന്താ ആ കുഞ്ഞുമീന് അമ്മയോട് ചോദിക്കുന്നത് എന്താണെന്ന് കേട്ടോ, അതൊരു ചോദ്യമാണേ. മുട്ടയിട്ടത് കടലിൽ, വിരിഞ്ഞത് കടലിൽ, നീന്തുന്നതും കടലിൽ, എന്നിട്ടും നീ ചോദിക്കുക എന്താണ് കടലെന്ന്. അതൊരു ചോദ്യമാണേ. അപ്പം കുഞ്ഞ്, ആർക്കാണ് അമ്മേ കഷ്ടം? പറഞ്ഞതാ, എന്താണ് ഈ കടലെന്ന് വെച്ചാൽ അമ്മ എന്തായി ഉദ്ദേശിക്കുന്നത്? അപ്പം അമ്മ, കുഞ്ഞേ, ഇതാ ഈ കാണുന്നത് തന്നെയാണ് കടൽ. അപ്പം കാണാത്തതൊന്നും കടലല്ലേ? കുഞ്ഞ് ചോദിക്കുക. അപ്പം അമ്മ, നീ എന്നെ ഈ കടലിലെ വെള്ളം മുഴുവനും കുടിപ്പിച്ചേ അടങ്ങൂ അല്ലേ കുഞ്ഞു? കുഞ്ഞ്, പറഞ്ഞതാ അമ്മേ, എന്താണ് ഈ കടലിൽ? അമ്മ, നിനക്കുത്തരം പറയാൻ എനിക്ക് ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്, നാളെ പറഞ്ഞുതരാം. കുഞ്ഞ്, നാളെ? അമ്മേ, ഇന്നത്തെ കടലായിരിക്കുമോ നാളെ? അമ്മ, അയ്യോ, നീ ഒന്നും മിണ്ടാതിരിക്കോ? കുഞ്ഞിൻ്റെ ചോദ്യങ്ങളിൽ നിന്നും തൽക്കാലം രക്ഷപ്പെടാൻ അവിടെ നിന്ന് മറ്റൊരു ദിശയിലേക്ക് നീങ്ങി. അവിടെ കണ്ട മീനുകളോടെല്ലാം രഹസ്യമായി കുഞ്ഞുമീനിൻ്റെ സംശയങ്ങൾ ചോദിച്ചു. അതൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കണേ നിങ്ങൾ. എന്താ അമ്മ ആ ചോദ്യം എന്താണ്? അവിടെ കണ്ട മീനുകളോടെല്ലാം ചെന്ന് രഹസ്യമായിട്ട് കുഞ്ഞുമീനിൻ്റെ സംശയങ്ങൾ ചോദിച്ചു. കുശുകുശുക്കലും പിറുപിറുക്കലും സ്ഥാനത്തും അസ്ഥാനത്തും അമ്മ മീനിൻ്റെ മുഖത്ത് ആശ്ചര്യഭാവങ്ങൾ, നിരാശ, സങ്കടം, ഉദ്യോഗം, ഭീതി, അങ്ങനെ ഒടുവിൽ തളർന്നു നീന്തി കുഞ്ഞിൻ്റെ പക്കലെത്തി. കുഞ്ഞ്, ഉത്തരം കിട്ടിയോ അതോ ഉത്തരം മുട്ടിയോ? അമ്മ, നിന്റെ സംശയം പലരുമായി പങ്കിട്ടു കുഞ്ഞേ. നിന്റെ സംശയം ന്യായമാണെന്ന് അയലക്കൂട്ടം പറയുന്നു അല്ലേ. ഇത്തരം സംശയങ്ങളെല്ലാം സംശയമെന്നെ അന്യായമെന്ന് ആവോലിക്കൂട്ടവും. നിനക്ക് ഭ്രാന്താണെന്ന് കോരയും ഏട്ടയും പറയുന്നുണ്ടെന്ന്. അപ്പോൾ ഓരോ മീനും എന്തൊക്കെയാണ് പറയുന്നതെന്ന് അയലക്കൂട്ടം പറഞ്ഞ എന്താ? നിന്റെ സംശയം ന്യായമാണ് അയല പറഞ്ഞു അല്ലേ. അപ്പോൾ ആവോലി പറഞ്ഞ എന്താ? സംശയങ്ങളെല്ലാം സംശയമെന്നെ അന്യായമെന്ന്. ന്യായമെന്ന് പറഞ്ഞ അയല, അന്യായമെന്ന് പറഞ്ഞത് ഏതാ? ആവോലി. ഭ്രാന്താണെന്ന് പറഞ്ഞത് കോരയും ഏട്ടയും. ഉത്തരം തേടിപ്പോയവർ വീണ്ടും പണ്ടും ഉണ്ടായിരുന്നുവെന്നും നെത്തോലിക്കൂട്ടം. അവരാരും തിരിച്ചു വന്നില്ലെന്ന് മുള്ളനും സ്രാവും. തിരിച്ചു വന്നവരെ കണ്ടവരുണ്ടെന്ന് തിരണ്ടി സംഘം. അവർക്ക് മിണ്ടാട്ടമില്ലെന്ന് നെയ്മീനും ചെമ്മീനും. മീനുകളെമ്പാടും ഉണ്ടേ ഈ കടലിലും. ഈ കടലിൽ എത്തും പുഴയിലും കായലിലും. കേട്ടറിവുള്ള കുളത്തിലും കിണറ്റിലും തടാകത്തിലും തോട്ടിലും ഉണ്ടത്രേ തരാതരം മീനുകൾ. അപ്പോൾ കുഞ്ഞ്, അതും ഇതും പറഞ്ഞ അമ്മ വിഷയം മാറ്റല്ലേ. കടൽ എന്താണെന്ന് പറഞ്ഞതാ എൻ്റെ അമ്മേ. അമ്മ, അമ്മയ്ക്കറിവ് ഒട്ടുമില്ലെന്നറിയാം.
കണ്ടമാനം കാണാത്ത മാനങ്ങളുണ്ടെന്നും അറിയാം. ഇതെല്ലാം കടലാണെന്നും നമ്മൾ കടലിലാണെന്നും നമുക്കുള്ളിലും കടലാണെന്നും അറിയാം. ഇപ്പുറത്ത് ഈ പറഞ്ഞത് നിനക്കിനിയും ബാധിച്ചില്ലെങ്കിൽ നീ തന്നെ പോണം. ഉത്തരമില്ലാ കടലിന് ഉത്തരം തേടി നീ പോകണമെന്ന്. കുഞ്ഞ്: അമ്മയും ഒപ്പം വരുമോ? അമ്മയ്ക്ക് ഈ ഇടം വിട്ട് നിന്റെ ഒപ്പം വരാനാവില്ല. മക്കൾ വേറെയും ഇല്ലേ എനിക്ക്? അവരെ എല്ലാം കാക്കണ്ടേ? ഓരോ വഴിക്കാക്കണ്ടേ? കുഞ്ഞെ, നീ ഒറ്റയ്ക്ക് പോയിട്ട് വാ. ഉത്തരം തേടിയിട്ടൊടുവിൽ നീ നേടി വന്നാലും നിന്നെ ഈ ഉമ്മ അതൊരു ക്വസ്റ്റ്യൻ ആൻസറാണ്. ഉത്തരം തേടി കഴിഞ്ഞിട്ട് നീ എന്താ നേടി വന്നാലും നിന്നെ ഈ ഉമ്മ വയ്ക്കും, നേടാതെ വന്നാലും ഉമ്മ വയ്ക്കും. ഉത്തരം ഇനി മണ്ടത്തരമാണെന്നാകിലും അമ്മയുടെ മണ്ടയിൽ കേറാത്തരമാണെങ്കിലും കുഞ്ഞെ, നിന്നെ ചൊല്ലി പൊരുത്തഭിമാനം ഉണ്ട് അമ്മയ്ക്ക്. ചോദ്യമില്ലെങ്കിൽ ആദ്യമധ്യാന്തത്തിൽ ഒതുങ്ങിയില്ലേ വർത്തമാനം? ഭാവിയിലും കടൽ ഇതൊക്കെ തന്നെയാണെന്ന് ഉറപ്പാണെങ്കിൽ ഒടുങ്ങില്ലേ ഈ കടലിനുള്ളിലുള്ള സകലതും? ഈ ക്ഷണം നേരറിയാൻ നേരമായി. വെറും വർത്തമാനം നിർത്താനും നേരമായി. പോയി വരൂ അമ്മയുടെ പുന്നാരെ. തളരാതെ ഒഴുക്കിനെതിരെ നീന്തി വരൂ കുഞ്ഞെ. കുഞ്ഞ് നീന്തി അകന്നുപോയി. അമ്മ വിരഹവേദനയാലെ ആനന്ദാതിരേകത്താലോ കണ്ണീർ വാർത്തത് കടലിലായതിനാൽ നമ്മൾ കണ്ടില്ല മീൻ കുഞ്ഞും. രംഗം 2 അപ്പോൾ ഈ ഒന്നും ഇച്ചിരി ഇതായിട്ടുള്ളതാണ് രണ്ടാമത്തെ ഇത് കേട്ടോ. വായിച്ചതിൽ സ്പീഡിൽ വായിക്കുമ്പോൾ എല്ലാം തെറ്റുന്നുണ്ട്. നോക്കി ജയപ്രകാശ് കുളൂറിൻ്റെയാണ് മീനോളം. ഒരു നാടക പാഠമാണ്. ഒരു കുഞ്ഞു മീനും അവൻ്റെ അമ്മയുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഇവിടുത്തെ പദപരിചയം നോക്കിയേ: ഭീതി, ഭയം; മാനം, ആകാശം, അഭിമാനം; താരകം, നക്ഷത്രം; ദിശ, ദിക്ക്; ഗതകാലം, കഴിഞ്ഞ കാലം; കാക്കുക, രക്ഷിക്കുക; മണ്ടത്തരം, അബദ്ധം; വിശുദ്ധത, പരിശുദ്ധി; പിരാന്ത്, ഭ്രാന്ത്; പുണ്ണ്, വ്രണം; ഇക്ഷണം, ഈ സമയം, ഇപ്പോൾ എന്നൊക്കെയാണ്. എല്ലാം എഴുതി വെച്ചിട്ടുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. കറക്റ്റായിട്ട് എഴുതിയെടുക്കണേ. കടൽ എന്താണെന്നതിന് അമ്മ പറയുന്ന മറുപടി എന്താണ് കടൽ എന്ന കുഞ്ഞു മീനിൻ്റെ ചോദ്യത്തിന് മുട്ടയിട്ടത് കടലാണ്. ഞാൻ പറയുന്നത് ക്വസ്റ്റ്യൻ ആൻസറാണ്. കടൽ എന്താണെന്ന് ചോദിച്ചപ്പം അമ്മ പറഞ്ഞ മറുപടി എന്താ കുഞ്ഞുങ്ങളെ? മുട്ടയിട്ടത് കടലിൽ, വിരിഞ്ഞത് കടലിൽ, നീന്തുന്നത് കടലിൽ. എന്നിട്ടും കടൽ എന്താണെന്ന് അറിയില്ലേ എന്ന് അമ്മ ചോദിക്കുന്നു. നമുക്ക് ചുറ്റും കടലാണെന്നും നമ്മൾ കടലിലാണെന്നും നമുക്കുള്ളിലും കടലാണ് എന്നും അറിയാം അമ്മയ്ക്ക്. ഇതാണ് കടൽ. ഒടുവിൽ ആ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ കഴിയാത്ത അമ്മ കുഞ്ഞുമീനിനോട് സ്വയം ഉത്തരം കണ്ടെത്താൻ ആവശ്യപ്പെടുകയാണ്. താൻ കണ്ട മാനത്തെക്കുറിച്ച് കുഞ്ഞുമീൻ അമ്മയോട് പറയുന്നത് എന്തെല്ലാം? ഇനി അടുത്ത പാരഗ്രാഫിൽ അതാ പറയുന്നത് കേട്ടോ. അത് പോയി കാണുന്നതൊക്കെ കേട്ടോ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ നോക്കുന്നില്ല. ആദ്യം ഞാൻ കടലൊക്കെ നീന്തി. കടലിനറ്റം കാണാതെ വലഞ്ഞു തളർന്നപ്പോൾ കടലിൻ അടിയിലെത്തി. തറയ്ക്ക് കുറുകെ നീന്തിയപ്പോൾ തുടങ്ങിയെടുത്തു തന്നെ ഞാൻ വന്ന് തിരിച്ചെത്തിയെന്ന. ആദ്യം ഞാൻ കടലൊക്കെ നീന്തി. പിന്നെ കടലിനറ്റം കാണാതെ വലഞ്ഞു തളർന്നപ്പോൾ ഞാൻ കടലിനടിയിലെത്തി. തറയ്ക്ക് കുറുകെ നീന്തിയപ്പോൾ തുടങ്ങിയെടുത്ത് തന്നെ വന്ന് എത്തിയെന്ന്. എവിടെയും എത്തിയില്ലെന്നും എത്താനില്ലെന്നും തോന്നി. അങ്ങനെ കടൽ മുറിച്ച് വെളിയിലെത്തി. കടലിന് മുകളിലുള്ള മാനം കണ്ടെന്നും അത് കടലിനെ മൊത്തം മൂടുന്ന ഒന്നാണെന്നും കുഞ്ഞുമീൻ അമ്മയോട് പറയുന്നു. നമ്മൾ ആരും ഇന്നേവരെ കാണാത്ത മാനമാണെന്നും അതൊരു അതൊരു ഇമ്പോർട്ടൻറ്റ് ഉത്തരം കേട്ടോ. അതൊരു പഞ്ഞിക്കടൽ പോലെ പാറി പറക്കുന്നതാണെന്നും മിന്നുന്ന താരക മീനുകളുള്ളതാണെന്നും കുഞ്ഞുമീൻ പറയുന്നു. കൂടാതെ അവിടെ അധിക നേരം കഴിയാൻ കഴിഞ്ഞില്ലെന്നും ശ്വാസം മുട്ടിയെന്നുമൊക്കെ പറയുന്നത് പോയതിന് ശേഷം തിരിച്ചു വന്ന് പറയുന്ന കാര്യങ്ങളാവും നിങ്ങൾ കേട്ടോ. അവിടെ പോയി ഇതിനെ കടൽ എന്താണെന്ന് തിരക്കി ഇത് പോയായിരുന്നു. പോയതിന് ശേഷം തിരിച്ചു വന്ന് അമ്മയോട് പറയുന്ന കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണെന്ന് പറയുന്നതാ. ആദ്യം ഞാൻ കടലൊക്കെ നീന്തി. കടലിനറ്റം കാണാതെ വലഞ്ഞു തളർന്നപ്പോൾ കടലിനടിയിലെത്തി.
തറയ്ക്ക് കുറുകെ നീന്തിയപ്പോൾ തുടങ്ങിയെടുത്ത് തന്നെ ഞാൻ തിരിച്ച് എത്തിയെന്ന്. എവിടെയും എത്തിയില്ലെന്നും എത്താനില്ലെന്നും അന്നേരം തോന്നി. അങ്ങനെ കടൽ മുറിച്ചു ഞാൻ വെളിയിലെത്തി. കടലിൻ്റെ മുകളിലുള്ള മാനം കണ്ടെന്നും അത് കടലിനെ മൊത്തം മൂടുന്ന ഒന്നാണെന്നും കുഞ്ഞുമീൻ അമ്മയോട് പറയുന്നു. നമ്മൾ ആരും ഇന്നേവരെ കാണാത്ത മാനമാണെന്നും അതൊരു പഞ്ഞിക്കടൽ പോലെ പാറി പറക്കുന്നതാണെന്നും മിന്നുന്ന താരക മീനുകളുള്ളതാണെന്നും കുഞ്ഞുമീൻ പറയുന്നു. കൂടാതെ അവിടെ അധിക നേരം കഴിയാൻ കഴിഞ്ഞില്ലെന്നും ശ്വാസം മുട്ടിയെന്നും പറയുന്നു. എഴുതിയെടുത്തോണേ. ഉത്തരം തേടിയിട്ട് ഒടുവിൽ നീ നേടി വന്നാലും നിന്നെ ഈ അമ്മ ഉമ്മ വയ്ക്കും, നേടാതെ വന്നാലും ഉമ്മ വയ്ക്കും. ഉത്തരം തേടി യാത്രയാവുന്ന കുഞ്ഞുമീനിനോട് അമ്മ പറഞ്ഞത് ശ്രദ്ധിച്ചല്ലോ. ഈ വാക്കുകൾ കുഞ്ഞുമീനിന് എപ്രകാരമാണ് അനുഭവപ്പെട്ടിട്ടുണ്ടാവുക? ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ചോദിക്കും. കടൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ കുഞ്ഞുമീൻ തീരുമാനിച്ചു. കടലിനെ അറിയാൻ കുഞ്ഞുമീൻ യാത്ര തുടങ്ങുമ്പോൾ അമ്മ പറയുന്ന വാക്കുകളൊക്കെ ഏറെ പ്രാധാന്യമുണ്ട്. അവൻ്റെ ഉറപ്പ് കണ്ട് അമ്മ അവന് അനുവാദം നൽകി. എന്നിട്ട് അമ്മ മീൻ പറഞ്ഞു, കുഞ്ഞേ, ഉത്തരം തേടിയിട്ട് നീ തേടി വന്നാലും അമ്മ ഉമ്മ വയ്ക്കും. ഒന്നും നേടിയെന്നാട്ടോ, തേടിയല്ല. ഉത്തരം നേടി വന്നാലും ഒന്നും നേടാതെ വന്നാലും അമ്മ ഉമ്മ വയ്ക്കും. അവന് സന്തോഷമായി. ആ യാത്രയിൽ കുഞ്ഞുമീൻ വിജയിക്കാനും പരാജയപ്പെടാനുമുള്ള സാധ്യതയുണ്ടെന്ന് ആ അമ്മ മനസ്സിലാക്കുന്നു. അമ്മയുടെ സ്നേഹം, കരുതൽ, ലാളന എത്ര വലുതാണെന്നും അമ്മയുടെ വാക്കുകളിൽ നിന്നും കുഞ്ഞുമീനിന് ബോധ്യമായി. ഇനി അഭിപ്രായക്കുറിപ്പ് എഴുതുക. അറിവായ അറിവെല്ലാം ഇപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അമ്മേ. മാറുന്ന ലോകത്തിൽ കുഞ്ഞുമീനിൻ്റെ ഈ അഭിപ്രായത്തിനുള്ള പ്രസക്തി എന്ത്? കുഞ്ഞുമീനിൻ്റെ വാക്കുകൾ പൂർണ്ണമായും ശരിയാണ്. കുഞ്ഞുമീനിൻ്റെ യാത്ര അറിവിനായുള്ള അന്വേഷണത്തിൻ്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുന്നു. അറിവൊരിക്കലും സ്ഥിരമല്ല, അത് നിരന്തരം വളരുകയും വികസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ അറിവുകൾ നാളെ മാറിയെന്നും വരാം. ഒരഭിപ്രായം എഴുതാൻ, അത് സ്വന്തമായിട്ട് എഴുതാനുള്ളത് കേട്ടോ. ഇനി പോസ്റ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന്. പോസ്റ്റർ ഇപ്പം നമ്മൾ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഓക്കെ, ക്ലാസ് 7 അല്ലേ? നിങ്ങൾ ഏത് ക്ലാസ്സാണെന്ന് വെച്ചാൽ 7A, 7B, 7C ഏതോ ആയിക്കോട്ടെ. പിന്നെ നമ്മുടെ ഇതിൻ്റെ പേര് വർണ്ണക്കാഴ്ച കലാവേദി. അതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ, ഇനി ഇതല്ല വേറെ എന്തെങ്കിലും തരുന്നെങ്കിൽ നിങ്ങൾ അവിടെ അതിൻ്റെ പേര് കൊടുക്കണം. ഇത് അവതരിപ്പിക്കുന്ന നാടകത്തിൻ്റെ പേര് കൊടുക്കുക. തീയതി എന്നാണോ നടത്തുന്നത് നമ്മുടെ ക്വസ്റ്റ്യനകത്ത് തന്നിട്ടുണ്ടെങ്കിൽ ആ തീയതി കൊടുക്കുക. ആ സമയം തന്നിട്ടുണ്ടെങ്കിൽ അത് കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ തന്നെ പഠിച്ചിട്ട് എഴുതുക എന്നുള്ളത് കേട്ടോ. പോസ്റ്ററാണേ. അതുപോലെ തന്നെയാണ് ഒരു നോട്ടീസ് തയ്യാറാക്കാൻ ചോദിച്ചാലും നമ്മുടെ ടെസ്റ്റിലെയാണ് വർണ്ണക്കാഴ്ച കലാവേദി 7ാം ക്ലാസ്സുകാരുടെ. കലാവേദിയുടെ ഈ വർഷത്തെ ദിനാഘോഷം ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് കൊടുത്താൽ മതി. ഏതെങ്കിലും കൊടുത്താൽ മതി. മീനോളം എന്നാണ് പാഠത്തിന് അല്ലേ. നാടക ആഘോഷത്തോടെ തുടങ്ങുന്നതാണ്. പരിപാടി 2024 ഒക്ടോബർ 4 രാവിലെ 11. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ഡേറ്റ് കൊടുത്താൽ മതി. ഇനി സ്വാഗതം ചെയ്യുന്നത് ക്ലാസ് ടീച്ചറാണ്. ഉദ്ഘാടനം ഹെഡ് മാസ്റ്റർ. അധ്യക്ഷൻ PTA പ്രസിഡന്റാണ്. അവതരിപ്പിക്കുന്നത് 7ാം ക്ലാസ്സിലെ കുട്ടികളാണ്. നാടകം മീനോളം. ഇത് രചിച്ചത് ജയപ്രകാശ് കുളൂരാണ്. ഈ പരിപാടിയിൽ എല്ലാ അധ്യാപകരും വിദ്യാർത്ഥികൾക്കും പങ്കെടുക്കണമെന്നാണ്. അപ്പോൾ ഇമെയിൽ പഠിച്ചു, പോസ്റ്റർ പഠിച്ചു, നോട്ടീസ് പഠിച്ചു. എല്ലാ പാഠത്തിൻ്റെയും 3ഉം 4ഉം വെച്ച് ക്വസ്റ്റ്യൻ ആൻസർ തന്നിട്ടുണ്ട്. കുറച്ച് മീനിങ് തന്നിട്ടുണ്ട്. പ്രധാനപ്പെട്ടതെല്ലാം ഒരുവിധം തന്നിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ജോലി ഇത് പഠിക്കുക എന്നുള്ളതാണ് കേട്ടോ. കേരള പാഠാവലിയുടെ ഒരുവിധം ക്രിസ്മസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ ആൻസറുകളെല്ലാം തന്നിട്ടുണ്ട്. ഇത് പഠിക്കുക എന്നുള്ളത് കേട്ടോ. ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.